ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ജന്നത്ത് മഖ്ഫറത്തു. ഞാനിപ്പോൾ ഈ ഓൺ വോയിസ് വരാൻ കാരണം ഞാനിപ്പോൾ യൂട്യൂബിൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കണ്ട് ഒരു ഭർത്താവ് ഭാര്യ അറിയാതെ കല്യാണം കഴിച്ചു. തലേന്നാണ് അറിയുന്നത് ഈ ഭർത്താവ് കല്യാണം കഴിച്ചെന്നുള്ളത്. അങ്ങനെ വന്ന് റൂം പൂട്ടിയിട്ട് പുറത്താക്കി. എന്താണ്, നീയൊക്കെ ഒരു ഭർത്താവാണോ? നീ ഒരു ഭർത്താവാണോ? ഇത് ഞാൻ ഫസ്റ്റ് വിചാരിച്ച സത്യാവസ്ഥ അല്ലാന്ന്, പിന്നെ മീഡിയ വണ്ണൊക്കെ വാർത്തിടുമ്പോൾ സത്യാവസ്ഥ തന്നെ. അതുകൊണ്ടാണ് ഞാൻ പ്രതികരിക്കുന്നത്. അങ്ങനെയൊന്നും ചെയ്തേക്കരുത്. വളരെ മോശമുള്ള കാര്യമാണത്. ഒരു ഭാര്യ മാത്രം കൊണ്ടെടുക്കുക, അതായത് രണ്ടാമത് വരുന്നതിന് അങ്ങനെ നമ്മളിതിൽ പറഞ്ഞണോ? അല്ലെങ്കിൽ അറിയിക്കുക, ആ ഭാര്യയിൽ പറയുക എനിക്കൊരു കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ട്, അങ്ങനെ കഴിക്കുക. അല്ലാതെ നിങ്ങളെ ഭാര്യ അറിയാതെ നിങ്ങൾ കല്യാണം കഴിച്ച് കൊണ്ടുവന്ന് തലേന്ന് ഭാര്യ അറിയുമ്പോൾ എത്ര വിഷമം ഉണ്ടാവും. ഇതൊക്കെ എവിടെ കൊണ്ട് തീർക്കും? നിങ്ങൾ എവിടെ കൊണ്ട് തീർക്കും? നാളെ മരണപ്പെടാനില്ലേ? അവിടെ പോണ്ടേ? ചിന്തിക്ക്. എല്ലാ കാലവും ദുനിയാവിൽ നിന്നൊക്കെ നമുക്ക് അർഹതല്ല, അത് മനസ്സിലാക്കണം പ്ലീസ്. ആ പെണ്ണിൻ്റെ ആ കണ്ണീര്, നിങ്ങളുടെ വൈഫിൻ്റെ ആ കണ്ണുനീര് റബ്ബ് കാണുന്നുണ്ട്, ദൈവം കാണുന്നുണ്ട്. നിങ്ങൾ അനുഭവിച്ചേ മരിക്കുള്ളൂ. മനസ്സിലാക്കണം ഇങ്ങനത്തെ ഭർത്താക്കന്മാർ. പ്ലീസ് ഇങ്ങനൊന്നും ചെയ്തേക്കരുത്, ഇങ്ങനൊന്നും ചതിക്കരുത്. വഞ്ചന ചെയ്യാൻ പാടില്ല. ആ ഭാര്യ കരിയ, മക്കൾ കരിയാണ്. എന്താ നിങ്ങൾ അങ്ങനെ ചെയ്തത്? വളരെ മോശമാണ് ചെയ്തത്, വളരെ മോശമാണ്. നിങ്ങളൊരു ഭർത്താവല്ല. എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു? പ്ലീസ് മാക്സിമം ഷെയർ വീഡിയോ. അങ്ങനെ ചെയ്തേക്കരുത്, അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇങ്ങനത്തെ ആൾക്കാരൊക്കെ പോലീസ് പിടിച്ചത് തൂക്കിക്കൊല്ലണം പ്ലീസ്.